ഹരേ കൃഷ്ണ. ജന്മാഷ്ടമി ദിവസത്തിലെ പൂജകൾ നിങ്ങൾ സ്വയം വീട്ടിൽ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ഇന്ന് ചെയ്യുന്ന പൂജകൾക്കെല്ലാം തന്നെ ഇരട്ടി ഫലം ഉണ്ടാവുമെന്നാണ് പറയപ്പെടുക. അതായത് അതിരാവിലെ എഴുന്നേക്കുക, ഒരു 4 മണി 4:30 സമയത്ത് എഴുന്നേക്കുക. കുളിച്ച് ശുദ്ധിയോടെ മാത്രം നിങ്ങൾ പൂജാമുറിയിൽ പ്രവേശിക്കുക. അരിപ്പൊടിയും നിറവും ഒക്കെ ഉപയോഗിച്ച് ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് കാൽപാദങ്ങളെല്ലാം നിലത്ത് വരയ്ക്കാറുണ്ട് ഭഗവാന്റെ. അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലാണ് കേട്ടോ ഇത്തരം ചടങ്ങുകളൊക്കെ പൊതുവിൽ കണ്ടുവരിക. വീട്ടിൽ ഭഗവാന്റെ സാന്നിധ്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ കുടുംബത്തിലെ ഗ്രഹനാഥനും ഗ്രഹനാഥയും ഒക്കെ വ്രതം അനുഷ്ഠിക്കണം. സപ്തമി തീയതിയിൽ തുടങ്ങി നവമിയിലാണ് ഈ വ്രതം തീരുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃഷ്ണവിഗ്രഹമൊക്കെ എടുത്ത് ചിത്രങ്ങളൊക്കെ എടുത്ത് പൂജിക്കുകയും കുറി തൊടുകയും ജവ്വാത് പോലെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് തൊട്ട് ശുദ്ധി വരുത്തുകയൊക്കെ ചെയ്യും. അപ്പം ഈ ജന്മാഷ്ടമിക്ക് മുമ്പായിട്ടെല്ലാം പുണ്യാഹമൊക്കെ തളിച്ച് നിങ്ങൾ ശുദ്ധി വരുത്തിയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഹരേ കൃഷ്ണ.